ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജീരകം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് തന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ജീരകം വെച്ചിട്ടൊക്കെ ഹെയർ ഡേ ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ജീരകം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. ഇത്രയും ജീരകമൊന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് വളരെ കുറച്ച് ജീരകം മതി. ഇത് വലിയ ജീരകമല്ല കേട്ടോ, നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ ചെറിയ ജീരകമാണ് കേട്ടോ നമ്മൾ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പെരുംജീരകമല്ല, ചെറിയ ജീരകമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോട്ടൺ ആണ് കേട്ടോ, അതായത് പഞ്ഞിയാണ് വേണ്ടത്. അപ്പോൾ ഞാനതിവിടെ ഇതുപോലെ നീളത്തിന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മതി കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 3 കോട്ടണിൽ ഇതുപോലെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കൈ കൊണ്ട് ഒന്ന് ചുരുട്ടിയെടുക്കണം, നമ്മൾ തിരിയൊക്കെ വയ്ക്കുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ജീരകം ഒന്നും കളയാണ്ട് ഇതുപോലെ തിരി പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇതുപോലെ 3 മൺചിരാത എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ മൺചിരാതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. അപ്പോൾ എൻ്റെ ചെറുതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതുപോലെ 3 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ തിരികൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തിരികൾ 3 ഈ ചിരാതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എള്ളെണ്ണയാണ് കേട്ടോ എടുത്തേക്കുന്നത്, അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇനി കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 തിരിയിലേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ 3 കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കിതുപോലെ 2 സ്റ്റീൽ ഗ്ലാസ് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു സ്റ്റീൽ പാത്രം കൂടി ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ പുകയെല്ലാം നമ്മുടെ ആ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കിട്ടുന്ന രീതിയിൽ വേണം ഇതൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ ആ തിരിയെല്ലാം കത്തി തീർന്നിട്ടുണ്ട് കേട്ടോ. ആ പ്ലേറ്റിലേക്ക് നമ്മുടെ ആ ഒരു കരിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഇനി ഇതാ ചൂടൊക്കെ ഒന്ന് പോയി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പാത്രമൊക്കെ. അപ്പോൾ ഇതുപോലുള്ള കാർഡോ അല്ലെങ്കിൽ പഴയ ATM കാർഡോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാനായിട്ട് നല്ല ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ പ്ലേറ്റിലിരിക്കുന്ന മുഴുവൻ കരിയും നമുക്കിതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ എടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ തന്നെ അത് നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ ചെറുതായിട്ട് അലോവേര ജെല്ല് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഒന്നും വേണ്ട, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആവാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൈ വെച്ചും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു ടെക്സ്ചർ കണ്ടോ.
ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇത് അതുപോലെ തന്നെ ഇരുന്നോളും. നമ്മൾ ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ മുടിയിൽ നമ്മൾ നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയി പോകും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മുഖത്തോ കയ്യിലോ തുണിയിലോ ഒന്നും ഇതാകത്തില്ല. അങ്ങനെ ഒരു ടെൻഷനേ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ പെട്ടെന്നൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനാണ്, നമ്മൾ മുടിയൊക്കെ നരച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. അത് നമ്മൾ ഈ കുഞ്ഞ് ബ്രഷിലോ അല്ലെങ്കിൽ നമ്മുടെ മസ്കാരയുടെ ബ്രഷിലോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും നമുക്ക് വളരെ കുറച്ച് എടുത്തിട്ട് ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഈ ഡൈയൊക്കെ അപ്ലൈ ചെയ്യുന്നതിനുള്ള കുഞ്ഞ് ബ്രഷുകൾ കിട്ടും, അതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അത് നമ്മൾ ഈ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അതിന് മുന്നേ തന്നെ അത് മുടിയിലങ്ങ് അബ്സോർവ് ആയിക്കോളും. നമ്മൾ കൈ വെച്ച് തൊട്ടാലൊന്നും നമ്മുടെ കയ്യിലൊന്നും ആകത്തില്ല കേട്ടോ. അത് ആ മുടിയിൽ അതുപോലെ തന്നെ ഇരുന്നോളും. പിന്നെ നമ്മളിത് നോർമൽ വാട്ടറിൽ ഇത് കഴുകി കളഞ്ഞാൽ ഇത് പോകത്തില്ല കേട്ടോ. ഷാമ്പുവോ താളിയോ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. ഇനി നിങ്ങൾക്കിത് അലോവേര ജെല്ലുമായിട്ട് മിക്സ് ചെയ്ത് തലയിൽ പുരട്ടുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പൗഡറായിട്ട് എടുത്ത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. അതും നിങ്ങൾക്ക് നരയുള്ള ഭാഗത്തൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ നരച്ച മുടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ നരയുള്ള ഭാഗമൊക്കെ നല്ലപോലെ ബ്ലാക്ക് കളറിലാവും. അതും നമ്മൾ കഴുകിക്കളഞ്ഞാലോ അതും നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാലൊന്നും പോകത്തില്ല കേട്ടോ. ആ മുടിയിൽ അതുപോലെ തന്നെ ഇരുന്നോളും. നമ്മൾ ഷാമ്പോ താളിയോ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ മാത്രമേ അത് പോകത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പൊടിയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇല്ല നിങ്ങൾക്ക് അലോവേര ജെല്ലുമായിട്ട് മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഓയിലൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ജീരകമൊക്കെ വാങ്ങുന്നതാണ് കടയിൽ നിന്ന്. അത് വാങ്ങുന്ന സമയത്ത് നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതാണ് എപ്പോഴും നമുക്ക് സേഫായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ നമ്മളിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. ആവശ്യമുള്ള സമയത്ത് നമുക്കിതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്ത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.